ഒറ്റ രാത്രി കൊണ്ട് അന്ധകാരത്തിലായ നാട്. ഫെയർബാങ്ക്സ് മൊത്തത്തിൽ പവർ ഔട്ടേജ് ഉണ്ടായി ജനങ്ങൾ കുഴപ്പത്തിലാവുമ്പോൾ പുതിയ ഒളിത്താവളത്തിലുള്ള ഹാവ്ലോക്കിനും ഇതൊരു അപ്രതീക്ഷിത സംഭവമാണ്. പക്ഷേ അയാളുടെ ബുദ്ധി വെച്ച് ഒരു ബാക്കപ്പ് ഉണ്ടാക്കി സ്ട്രോങ് ആണ്. എന്നാൽ ആ രാത്രി അവിടെ മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ്. ഒരു പാരാമെഡിക് സംഘം വരുന്ന ആംബുലൻസിന് മുന്നിൽ തണുത്ത് കുറച്ച് കിടക്കുന്നതായി നടിച്ച് പ്ലെയിനിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കൊടും കുറ്റവാളി ഡോക്ടർ വില്യം വീക്ക്. അവൻ അവരെ കുടുക്കി ഇഞ്ചക്ഷൻ നൽകി മയക്കിയ ശേഷം ആ ആംബുലൻസുമായി നേരെ പോകുന്നത് ഉൾക്കാട്ടിൽ തകർന്നു കിടക്കുന്ന മറ്റൊരു വണ്ടിക്കടുത്തേക്കാണ്. അതിലൊരാൾ അവശനായി കിടപ്പുണ്ട്. ഈ വില്യം തടവിലാക്കി വെച്ചിട്ടുള്ളതാണ്. പുള്ളിയുടെ ഡ്രിപ്പിലേക്ക് ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അത് 8 മണിക്കൂറത്തേക്ക് ആൾക്ക് ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള മരുന്നാണേലും അത് കഴിഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്തില്ലെങ്കിൽ മരണപ്പെടും. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണെന്ന് നമ്മൾ വൈകാതെ അറിയും. പക്ഷേ ഈ ഡോക്ടർ വില്യം ഇവൻ വളരെ പൈശാചികതയുള്ള ഒരു സീരിയൽ കില്ലറാണ്. മരണത്തിൻ്റെ മാലാഖി എന്നാണ് ഇയാളെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പോലും. ഒരു ഡോക്ടറായ സീരിയൽ കില്ലർ. ഇവനുൾപ്പെടെ ഇനി 6 തടവ് പുള്ളികളെയാണ് മാർഷൽ സംഘത്തിന് കണ്ടുപിടിക്കേണ്ടത്. പവർ ഔട്ടേജിൻ്റെ കാര്യം എന്തായാലും മിലിറ്ററിയുടെ കയ്യിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശേഷിക്കുന്ന ക്രിമിനൽസിനെ കൂടി എങ്ങനെയും പിടികൂടാൻ ഫ്രാങ്ക് സംഘത്തെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് കൂടുതൽ മാൻ പവർ ഒപ്പിക്കാൻ നിർദ്ദേശമിടുന്നു. സിഡ്നിയുടെ മനസ്സ് ആ ഹാർഡ് ഡ്രൈവിലാണ്. എന്താണ് അതിലെന്നറിയാതെ FBI കസ്റ്റഡിയിലേക്ക് കൈമാറുന്നത് ഒട്ടും സേഫായ കാര്യമല്ല. അതിനു പിന്നിൽ സിഡ്നിയെ ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ പലതുമുണ്ട്. പ്രത്യേകിച്ച് അവൾക്കെതിരെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ. ഇടയിൽ ദൂതനായ വിൻസെന്റ് തിയാഗോ ആരെന്നറിയാൻ ഫ്രാങ്ക് തൻ്റെ ചിക്കാഗോയിലുള്ള ഒരു കുളികായ മൈക്കിനെ വിളിച്ച് വിവരം തപ്പിയെടുക്കാൻ പറയുന്നുണ്ട്. എപ്പിസോഡിന് അവസാനം അത് കണ്ടെത്തുന്നതായി നമ്മൾ അറിയുന്നത് ഈ വിൻസെന്റ് ആക്ച്വലി ഒരു ഗോസ്റ്റ് ആണ്, നമ്മുടെ വിക്രമിനെ പോലെ. കാലം ഇത്രയായിട്ടും ഒരു വിവരമോ ഫോട്ടോയോ ഒന്നും എങ്ങും കണ്ടെത്താനായിട്ടില്ല. പണ്ടെങ്ങോ പകർത്തിയ ഒരു ഫോട്ടോ ഒഴിച്ച്. കീരയും ലൂക്കിനെയും അഡ്മിറ്റാക്കി അടുത്ത് സാറയിൽ നിൽക്കുന്ന അവരുടെ ഹോസ്പിറ്റലിലേക്കാണ് ഈ ഡോക്ടർ വിക് ആ സെറിഞ്ച് കുത്തിവെച്ച പാരാമെഡിക് സ്ത്രീയെ കൂട്ടി വരുന്നത്. അതും ഒരു മെഡിക്കൽ ടീം എന്ന പോലെ വേഷം മാറിക്കൊണ്ട്. സാറയ്ക്ക് അയാളെ കണ്ട് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നതിൻ്റെ പ്രധാന കാരണം മുമ്പ് ക്രിമിനൽസിൻ്റെ ലിസ്റ്റിൽ പരിശോധിച്ച വഴിക്ക് ഇങ്ങനെ ഒരാളെ കണ്ട പോലെ ഒരു ഓർമ്മയുണ്ട്. ഒരു ഡോക്ടർ ആയതുകൊണ്ട് മനസ്സിൽ തങ്ങിയതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഉടൻ ഫ്രാങ്കിനെ വിളിച്ച് ഈ സംശയം പ്രകടിപ്പിക്കുന്നതിന് പിന്നാലെ ഒരു സംഘവുമായി അങ്ങോട്ടേക്ക് അപ്പം തന്നെ തിരിക്കുമ്പോൾ ഈ വിഗിൻ്റെ ഹിസ്റ്ററി കേൾക്കണോ? ഒരു ഡോക്ടറെ ഇയാളുടെ പേർക്ക് 36 പേരെ കൊന്നതിൻ്റെ കുറ്റമുണ്ട്. അതുമൂലം വധശിക്ഷയ്ക്ക് വിധിച്ച് അത് നടപ്പാക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ വഴിക്കാണ് പ്ലെയിൻ അപകടമുണ്ടായത്. അതുകൊണ്ട് ഇയാൾക്കിനി മേലും കീഴും നോക്കാനില്ല എന്നത് പ്രശ്നത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു. ഒടുവിൽ പോലീസ് എത്തി അയാളെ വിദഗ്ധമായി പിടികൂടുമ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം പ്ലെയിൻ ഓടിച്ചിരുന്ന പൈലറ്റിൽ ഒരാൾ ടിമോത്തി അയാൾ ജീവനോടെ ഉണ്ടെന്നും തൻ്റെ കസ്റ്റഡിയിലാണെന്നും. 8 മണിക്കൂറിന് ശേഷം മരണപ്പെടാൻ പോകുന്ന സിറിഞ്ച് കുത്തിവെച്ചതായി കണ്ടത് ഈ ടിമോത്തിയുടെ ഡ്രിപ്പിലേക്കാണ്. ഈ ഡോക്ടർ വില്യം വിഗിൻ്റെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ മെഡിക്കൽ പരമായി ഇയാൾ പറയുന്നതൊന്നും ചുമ്മാതാണെന്ന് ഫ്രാങ്കിനും ടീമിനും തോന്നുന്നുമില്ല. പ്ലെയിൻ ക്രാഷിൽ നിന്ന് സർവേ ചെയ്ത ടിമോത്തിയുടെ ഉയർന്ന ഹെഡ് റേറ്റും മന്ദഗതിയും മറ്റ് സിംറ്റവും വെച്ച് ഇത് തലച്ചോറിനുണ്ടായിട്ടുള്ള നീർവീക്കമാണെന്ന് കണ്ടെത്തി. പ്ലെയിനിൽ ഉണ്ടായിരുന്ന മെഡിക്സ് വെച്ച് ചികിത്സിച്ച് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് വിഗിന് ഒരു കാര്യസാധ്യത്തിനാണ്. സിയാറ്റിലുള്ള ഫെഡറൽ ബാങ്കിൽ വിഗിനൊരു സേഫ് ഡെപ്പോസിറ്റ് ബോക്സ് ഉണ്ട്. ബാങ്കിൻ്റെ പ്രസിഡന്റ് അത് വെളുപ്പിന് 6 മണിക്ക് മുന്നേ തന്നെ മുന്നിലേക്ക് എത്തിച്ചാൽ ടിമോത്തി ജീവിക്കും. ഇല്ലേൽ തലച്ചോറ് പൊട്ടിച്ചേറി മരിക്കും. പറഞ്ഞില്ലേ, വിഗിൻ്റെ കാര്യത്തിൽ മേലും കീഴും നോക്കാനില്ല. കാരണം വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ആളല്ലേ. ഫ്രാങ്കിനും സിഡ്നിക്കും ഹച്ചിനും ഇത് രാശിക്കുഴപ്പമാണ്. പൈലറ്റ് ഇയാളുടെ പക്കലുണ്ടെന്നത് സത്യമാണെങ്കിൽ ഉറപ്പായും അയാളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കേണ്ട ചുമതല നമുക്കുണ്ട്. പക്ഷേ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ ഡെപ്പോസിറ്റ് ബോക്സിൽ എന്തായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അതിൽ വല്ല ബോംബോ മറ്റോ ആണെങ്കിലോ എന്ന് ഉൾക്കണ്ട ഹച്ചിന്. സിഡ്നിയുടെ ചിന്തയിൽ ഈ സെക്കൻഡ് ചാൻസ് ഇപ്പോൾ എടുക്കുന്നത് ശരിയായ നടപടിയല്ല. പൈലറ്റിന് ഒരു കുടുംബവും മക്കളൊക്കെ ഉള്ളതാണ്. നാളെ ഇനി അയാളുടെ ജീവിതം വെച്ച് ചൂതാട്ടം നടത്തിയെന്ന് കുട്ടികളോട് പറയേണ്ട ഗതി വരുത്തരുത്. ടിമോത്തി ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു ഗുണമുള്ളത് പൈലറ്റ് റൂമായ കോക്പിറ്റിൽ ക്രാഷ് സമയത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് അറിയാനും സാധിക്കും. ഫ്രാങ്ക് ഇത് ഹച്ചിനോട് പറഞ്ഞ് ഡെപ്പോസിറ്റ് ബോക്സ് എത്തിക്കാനുള്ള മാർഗം നോക്കാൻ പറഞ്ഞു പോകുമ്പോൾ സിഡ്നിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട് കോക്പിറ്റിൽ നടന്നതിൻ്റെ കാര്യം അറിയുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച്. അതിൻ്റെ പിന്നിലെ റീസൺ എന്താണെന്നത്. പക്ഷേ ഇരുവരും അതേപ്പറ്റി ഒന്നും അവളോട് പറയാതെ വിട്ടു പോകുമ്പോൾ മറ്റൊരു കാര്യം, മാർഷൽ സംഘം തീർച്ചയായും ഒരു സംഘത്തെ ആ പ്രദേശത്തായി തിരിച്ചിൽ വിട്ടിട്ടുണ്ട്. അവരുടേതായ വഴിക്ക് ടിമോത്തിയെ കസ്റ്റഡിയിലാക്കി വെച്ചിട്ടുള്ള സ്ഥലം കണ്ടെത്താൻ. ഒരു ബെസ്റ്റ് പൈലറ്റിനെ സംഘടിപ്പിച്ച് എത്രയും വേഗം സിയറ്റിൽ നിന്ന് ഡെപ്പോസിറ്റ് ബോക്സ് ഫെയർബാങ്ക്സിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്തി കാട്ടിലായി തെരച്ചിൽ നടത്തുന്ന വഴി സംഘം ആംബുലൻസ് കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ടിമോത്തി അതിലില്ല. അപ്പോൾ പിന്നെ ആളെവിടെ പോയി? അത് കണ്ടെത്തുന്നത് ഒരു മാരക ഇൻ്റലിജൻസ് ബുദ്ധി ഉപയോഗിച്ചാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് സിഡ്നിയിൽ നിന്ന് തുടങ്ങുന്നത് എങ്ങനെയെന്നാൽ അവൾക്ക് മനസ്സിലായി താൻ അറിയാതെ ഹച്ചും ഫ്രാങ്കും എന്താണ് മറയ്ക്കുന്നതെന്നതിനെ പറ്റി. ഒടുവിൽ അവൾ തന്നെ ചിന്തിച്ച കാര്യം പറയുവാണ്. ആ പ്ലെയിൻ ക്രാഷ് ഒരു അപകടം എന്നതിലുപരി CIA പ്ലാൻ ചെയ്തു തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പാണ്, ഹാവ്ലോക്കിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. സിഡ്നിക്ക് കാര്യം അറിയാം. എങ്ങനെയെന്നാൽ 2 കൊല്ലം മുമ്പ് ഹൈ പ്രൊഫൈലുള്ള ഒരു ചൈനീസ് ഡിപ്ലോമാറ്റിനെ വധിക്കാൻ ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നു. അന്ന് കണ്ടെത്തിയ ഒരു വഴി ഇതുപോലെ അപകടം സൃഷ്ടിക്കുക എന്നതും.
ട്രെയിനിലോ പ്ലെയിനിലോ ഒരു മാൽവെയർ സ്ഥാപിച്ച് ക്രാഷ് ഉണ്ടാക്കി ടാർഗറ്റിനെ നശിപ്പിക്കുന്ന വിദ്യ അന്ന് സിഡ്നിയും ഹാവ്ലോക്കും ചേർത്ത് കണ്ടുപിടിച്ച് CIAക്ക് മുന്നിൽ കൊണ്ടുവന്നെങ്കിലും അതിൻ്റെ പിന്നിലുള്ള വൻ റിസ്കുകളുടെ പശ്ചാത്തലത്തിൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. പറഞ്ഞു വരുന്നത് ആ റിസ്ക് അവർ ഇപ്പോൾ ഹാവ്ലോക്കിൻ്റെ കാര്യത്തിൽ നോക്കാനുള്ള സാവകാശം ഉണ്ടായിട്ടില്ലെന്നും. ഒരിക്കൽ തങ്ങൾ കണ്ടെത്തിയ പ്ലാനാണ് തന്നെ കൊല്ലാൻ ഉപയോഗിച്ചെന്ന് ഹാവ്ലോക്കിന് മനസ്സിലായി. ഇതിൻ്റെ പഴി സിഡ്നിക്കും. കാരണം അത് തൻ്റെ ബുദ്ധിയിൽ പിറന്ന ഒന്നല്ലേ. ഓൾറെഡി അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവൾ ഇതൊക്കെ കൊണ്ടാണ് ഫ്രാങ്കിനോട് ആ കിട്ടിയ ഹാർഡ് ഡ്രൈവ് FBIയുടെ കയ്യിലെത്താതെ തൽക്കാലം മാർഷൽസിൻ്റെ കയ്യിൽ തന്നെ നിലനിർത്താൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹാർഡ് ഡ്രൈവ് ആർക്കൈവ് 6 അല്ലെന്നത് നേരത്തെ തന്നെ ഹാവ്ലോക്കുമായിട്ടുള്ള ബാർ കോൺവെർസേഷൻ വഴി സിഡ്നി മനസ്സിലാക്കിയതാണ്. ഹാവ്ലോക്ക് ഇപ്പോൾ നടത്തുന്നത് ഈ സത്യാവസ്ഥയെ ഫ്രാങ്കിന് അറിയിച്ചു കൊടുക്കാനാണ്, അതായത് CIAയുടെ ഇതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച്. ഹാവ്ലോക്ക് വിളിച്ചിട്ട് ഫ്രാങ്കിനെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചതും പ്രധാന 2 എവിഡൻസുകൾ, ഫ്ലൈറ്റിൻ്റെ ക്രാഷ് റെക്കോർഡിങ്ങും മാൽവെയർ ആർക്കൈവും ഇപ്പോൾ ഇവരുടെ കൈകളിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് സിഡ്നിക്കറിയാം. ഈ ചിന്തകളൊക്കെ പറയുന്നെങ്കിലും ഫ്രാങ്കിന് നിലവിൽ അവളുടെ ഭാഗം സേഫാക്കാൻ ആർക്കൈവ് FBIയിൽ പോകുന്നത് തടയാൻ പറ്റില്ല. കാരണം ഓൾറെഡി FBI അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. പക്ഷേ അത് മെല്ലെ ആക്കാൻ കഴിഞ്ഞേക്കും. ഇതിന് ശേഷം ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഇനിയും കണ്ടെത്തിയില്ലാത്ത പൈലറ്റ് ടിമോത്തി സത്യത്തിൽ ആ ക്രാഷ് സർവൈവ് ചെയ്തോ എന്ന ചർച്ച വീണ്ടും വരുമ്പോഴാണ് അത് കൺഫേം ചെയ്യാൻ ആ ബുദ്ധി തോന്നുന്നത്, മുമ്പ് ഹാവ്ലോക്ക് അയച്ചു തന്ന ട്രാൻസ്സീവർ വഴി സംസാരിക്കാൻ. കാരണം ടിമോത്തി സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പ്ലെയിനിൽ തന്നെ ഉണ്ടായിരുന്ന ഹാവ്ലോക്കിന് അറിയാൻ കഴിയും. അങ്ങനെ വോക്കി ടോക്കി വഴി ആദ്യം സംസാരിക്കുമ്പോഴൊന്നും അനക്കമില്ലേലും പൈലറ്റ് സേഫ് ആണോ എന്നറിയണം. എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മറുപടി തരണമെന്നങ്ങനെ ഫ്രാങ്ക് പറയുന്നത് കേട്ട് ഹാവ്ലോക്ക് അറ്റൻഡ് ചെയ്ത് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അതേപോലെ നിങ്ങളും എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയതിൽ ആശ്വാസമുണ്ടെന്ന് പറഞ്ഞ് പൈലറ്റ് ക്രാഷിന് ശേഷവും ജീവനോടെ തന്നെ ഉണ്ടായിരുന്നതായി അറിയിക്കുന്നു. അയാളെ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ടുപോയ ക്രിമിനൽ ഒരു മാനിയാക്കിനെ പോലെ ആയിരുന്നു എന്ന് പറയുന്നത് തന്നെ ധാരാളം. അത് ഡോക്ടർ വില്യം വിഗ് ആണെന്ന് മനസ്സിലാക്കാൻ. ലൈൻ കട്ട് ചെയ്തതിന് മുന്നേ ഹാവ്ലോക്ക് പറയുന്നുണ്ട് സാറ തന്ന മെമ്മറി കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും അതേപോലെ ഇനിയും ഒന്നുടനെ വരുമെന്നും. ഇതെല്ലാം നടക്കുമ്പോഴും ഇതിനിടയിലുള്ള മറ്റൊരു പ്രധാന വേലി നമ്മൾ മറന്നു പോകരുത്. പവർ ഔട്ടേജ് ഇനിയും ക്ലിയർ ആക്കിയിട്ടില്ല. ഇരുട്ടിൽ തന്നെയാണ് നാട്. ഇതുമൂലം വരുന്നൊരു പ്രശ്നം, ഡെപ്പോസിറ്റ് ബോക്സുമായി എത്തുന്ന പ്ലെയിൻ റൺവേയിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. മൊത്തം ഇരുട്ടല്ലേ. വെട്ടം വരുന്നതുവരെ എയറിൽ തന്നെ തുടരുന്നത് വിഷയമാവുന്നത് ടിമോത്തിയുടെ ജീവൻ അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന സത്യാവസ്ഥ റിയലൈസ് ചെയ്യുമ്പോഴും. ഇതേ തുടർന്ന് വിഗിനോട് സാവകാശം ചോദിക്കുന്നതിലും അയാൾ പരുക്കൻ മട്ട് തന്നെ. അങ്ങനെ സംഘം ചെയ്ത ബുദ്ധി റേഡിയോയിലൂടെ നാട്ടുകാരെ സകലരെയും അറിയിക്കുകയാണ്. നാട്ടിലെ അടിയന്തര സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘം പ്ലെയിനിൽ വരുന്നതായും അവർക്ക് ലാൻഡ് ചെയ്യാൻ റൺവേയിൽ പ്രകാശം വേണമെന്നും. നാട്ടുകാർ മിക്കവരും ഇറങ്ങുമ്പോൾ ഇതെങ്ങനെ വർക്കാകുമെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് വെച്ച് റൺവേ പ്രകാശിപ്പിച്ചാൽ പ്ലെയിൻ അപകടമില്ലാതെ ലാൻഡ് ചെയ്യാൻ കഴിയും. ഇതിനിടയ്ക്ക് ഹാവ്ലോക്ക് നിൽക്കുന്നതിൻ്റെ ലൊക്കേഷൻ ഇവർ കണ്ടെത്തുന്ന ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. മുൻപ് ഫ്രാങ്കുമായി സംസാരിച്ചപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായി പള്ളിമണി പോലെ ഒന്ന് കേട്ടിരുന്നു. രാത്രി 2 മണിക്കാണ് സംസാരം നടന്നത്. അപ്പോൾ അവിടെയുള്ള കാരിൽ ക്ലോക്ക് ടവറിൻ്റെ സമീപത്താണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നു. ആ ടവറിനടുത്തായി ഒരു ഉപയോഗശൂന്യമായ തിയേറ്ററുണ്ട്. അങ്ങനെ ഹാവ്ലോക്ക് ഇപ്പോൾ ഉള്ള കൃത്യം സ്ഥലം അവർ കണ്ടെത്തിയിരിക്കുകയാണ്. ഫ്രാങ്കും സിഡ്നിയും സംഘവുമൊത്ത് അവിടേക്കെത്തി തിരച്ചിൽ നടത്തവേ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്ന ഹാവ്ലോക്കിനെ ഞെട്ടിക്കുന്നത് ദൂതനായ വിൻസെന്റ് ദിയാഗോ എങ്ങനെയോ എത്തി തന്നെ പിന്തുടരുമ്പോൾ. ഹാവ്ലോക്കിനെ കൊല്ലാൻ CIA അയച്ച ആൾ തന്നെയാണ് വിൻസെന്റ്. അയാളെ കീഴ്പ്പെടുത്തി ഒരു ബഗ് അറിയാതെ ഡ്രസ്സിനുള്ളിൽ വെച്ച് പോലീസിന് ഇട്ടുകൊടുത്ത് ഹാവ്ലോക്ക് എസ്കേപ്പ് ആവുന്നു. പോലീസുകളെ പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നതിലും ഒന്നും വിട്ടു പറയുന്നില്ല. അങ്ങനെ റൺവേയുടെ ഇരുവശങ്ങളിലുമായി വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് കത്തിച്ച് നിൽക്കെ പ്ലെയിൻ സേഫ് ലാൻഡിംഗായി അതിൽ നിന്ന് ബാങ്ക് പ്രസിഡന്റ് ഡെപ്പോസിറ്റ് ബോക്സുമായി ഇറങ്ങി വരുന്നു. ഒട്ടും സമയമില്ലാത്തത് മൂലം ഡോക്ടർ വിഗിനെയും അവർ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പറഞ്ഞ വാക്ക് പാലിച്ചെന്ന് കാട്ടി ഉടൻ തന്നെ അയാളോട് ടിമോത്തി എവിടം തിരക്കുന്നതിലൂടെ കോളും സംഘവും ഒരു വലിയ കെട്ടിടത്തിൽ നിന്ന് അയാളെ കണ്ടെത്തുന്നു. അങ്ങനെ ടിമോത്തി സേഫ് ആകുമ്പോൾ ആ ഡെപ്പോസിറ്റ് ബോക്സിലുള്ളത് ബോംബോ പണമോ ഒന്നുമല്ല, ഈ ഡോക്ടർ വിഗ് കൊന്നവരുടെ ഫോട്ടോസാണ്. അതിലെ ആദ്യരാകട്ടെ ഈ ബാങ്ക് പ്രസിഡന്റിൻ്റെ മകനും. ഇതെല്ലാം വിഗ് കരുതിക്കൂട്ടി നടത്തിയതാണ്. ഡെപ്പോസിറ്റ് ബോക്സുമായി അവരെ എത്തിച്ചതിൻ്റെ ഉദ്ദേശം അയാളുടെ ചിന്താഗതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പോലീസ് ഉടൻ ഡോക്ടറെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിലും അവന് പറയാനുള്ളത് പറയട്ടെ എന്നവർ നിൽക്കെ വിഗ് തൻ്റെ മെൻറ്റാലിറ്റിയിൽ പറയുന്നത് അവരുടെ മകന് ക്യാൻസർ ആയിരുന്നെന്നും അതുകൊണ്ട് നാർക്കോട്ടിക്സ് നൽകി അവനെ സ്വതന്ത്രനാക്കിയതായിരുന്നുവെന്നും. സീരിയൽ കില്ലറിൻ്റെ നിർവികാരമായൊരു കൺഫെഷൻ. എന്നാൽ മറ്റൊരു കാര്യം, ഈ ബാങ്ക് പ്രസിഡന്റ് അറിയാമായിരുന്നു ഈ ഡെപ്പോസിറ്റ് ബോക്സിൻ്റെ ആൾ തൻ്റെ മകൻ്റെ ഘാതകനായിരുന്നെന്നും അതുകൊണ്ടാണ് വരാൻ രണ്ടാമോന്ന് ആലോചിക്കാഞ്ഞതും. വിചാരണയും വിധിയും എല്ലാം കണ്ട് അന്നു മുതൽ കാണാൻ കാത്തിരുന്നായിരുന്നു അവർ. അതിൻ്റെ ഉദ്ദേശം നമ്മൾ കാണുവാണ്. നിമിഷ നേരത്തിനുള്ളിൽ കയ്യിൽ കതിരുന്ന തോക്കെടുത്ത് അയാളെ തുരുതുരാ ഷൂട്ട് ചെയ്യുന്നു. മകനെ നരകിപ്പിച്ചു കൊന്നതിന് ഒരമ്മയുടെ നീണ്ട പ്രതികാരം സഫലമാകുമ്പോൾ അവർക്കിനിയുള്ള വരും വരായികയെക്കുറിച്ച് ഒരു അലട്ടലുമില്ല. ഫ്രാങ്കും സിഡ്നിയും ഔഷധ മാറി തുടങ്ങിയ ടിമോത്തിയെ ചോദ്യം ചെയ്യുന്നതിൽ അയാൾ ക്രാഷ് ടൈമിൽ കൺട്രോൾ പോയതെക്കുറിച്ചും സിസ്റ്റം എല്ലാം ഫോൾട്ടായതെക്കുറിച്ചും ഓർത്തെടുക്കുന്നു. ഒരു അർജന്റ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ ഫ്രാങ്ക് പോകുമ്പോൾ സിഡ്നി ചോദിക്കുന്നതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വലിയ സത്യം, ആ ക്രാഷ് ടൈമിൽ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഇൻമേറ്റിൻ്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് പ്ലെയിൻ കുത്തിനെ വീട് പൊട്ടിത്തെറിക്കാഞ്ഞത്. ആ ഇൻമേറ്റ് ഹാവ്ലോക്കാണ്.
കാരണം അവന് പിടിയിട്ടിരുന്നു ഈ ക്രാഷിൻ്റെ റീസൺ. ഈ ഒരു സത്യം പറഞ്ഞ് പുറത്തേക്ക് വരുന്ന സിഡ്നിക്ക് ഫ്രാങ്കിൽ നിന്നും കേൾക്കേണ്ടി വരുന്നത് ഒരു ബാഡ് ന്യൂസും. വിളിച്ചത് ഹച്ചാണ്. ഹാർഡ് ഡ്രൈവ് FBI കസ്റ്റഡിയിലെടുത്തു. അവർ അതിൻ്റെ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്ത് അതിൽ സോഫ്റ്റ്വെയർ കണ്ടെത്തി. ടെർകോം എന്ന സോഫ്റ്റ്വെയർ, മിസൈലുകളിൽ ഉപയോഗിക്കുന്ന അതേ സോഫ്റ്റ്വെയർ. സിഡ്നിയുടെ തലയിൽ ഉദിച്ച പ്ലാൻ ഒടുവിൽ സിഡ്നിയുടെ തലയിലായിരിക്കുകയാണ്. അവളെ കൊടുക്കാൻ ഇപ്പോൾ ഒരു ഫിസിക്കൽ എവിഡൻസുമായിരിക്കുന്നു, ഒപ്പം സാക്ഷിയായി ഒരു പൈലറ്റും. എങ്ങനെയാലും സിഡ്നിക്ക് അടിക്കുള്ളിലാകാനുള്ള വഴി തെളിയുന്ന ഈ മൊമെൻറ്റിൽ ദ ലാസ്റ്റ് ഫ്രണ്ടിയറിൻ്റെ ഈ അധ്യായം ഇവിടെ തീരുകയാണ്. ഇനി അപ്പോൾ ഡെറിയിലെ പുതിയ കാഴ്ചകളുമായി സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും കാണാം. ശുഭമസ്തു.